ഇത്? എല്ലാരും സിനിമ കാണുന്ന പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇതൊന്നും ലോകത്തില് നടക്കാത്ത കാര്യങ്ങളാ. നിങ്ങൾക്കൊന്നും വീട്ടില് ജോലിയൊന്നുമില്ലേ? എവിടെയും ഒരു സംസാരം കേട്ട വീട്ടിലെ ജോലികളൊക്കെ മതിയാക്കി വന്ന് നിൽക്കുക കാണാൻ. ചെല്, അവൻ എന്റെ വീട്ടിൽ പോവാൻ നോക്ക്. കാഴ്ച കാണാൻ നിൽക്കുന്നത് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? ഇന്നത്തേക്കുള്ളത് കിട്ടിയല്ലോ. ഇനി കയറി ചെല്ലാൻ നോക്ക്. പ്രിയേ, അവള് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോയിട്ടുണ്ട്. നീയും കൂടി വാ, എനിക്ക് പേടിയാവാ. വിജി, എന്തിനാ അകത്തോട്ട് വരുന്നത്? അങ്ങനെ നിങ്ങളുടെ മോന്റെ കൂടെ പോവായിരുന്നില്ലേ? അമ്മ ഇവിടെ വന്നോണ്ടാ എല്ലാരും എന്നെ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ സമാധാനത്തിന് എന്റെ മോളുടെ കൂടെ ജീവിക്കല്ലേ. എന്തിനാ എന്നെ സ്നേഹിക്കാന്ന് പറഞ്ഞ ഇവിടെ വന്ന് എന്റെ ജീവൻ എടുക്കുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എല്ലാരും ചേർന്ന് എന്തിനാ എന്റെ ജീവൻ എടുക്കുന്നേ? ഇല്ല വിജി, ഞങ്ങള് സമാധാനത്തോടെ ഇവിടെ ജീവിക്കല്ലേ. അമ്മ ഇവിടെ വന്നോണ്ടല്ലേ കണ്ണി കണ്ടവരൊക്കെ ഇവിടെ വന്ന് തെറ്റായിട്ട് സംസാരിക്കുന്നത്. അയൽവക്കത്തുള്ളവരൊക്കെ നോക്കിക്കൊണ്ട് നിക്ക. എന്നെ പറ്റി എന്താ അവര് വിചാരിക്ക? അല്ല വിജി, ഞാൻ നിനക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച മോളെ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൻ ഇങ്ങോട്ട് കേറി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവരമ്മ അന്വേഷിച്ചു വരുന്ന എനിക്ക് പോലും അറിയാം. അമ്മയ്ക്ക് എന്താ തോന്നാത്തത്? ദേഷ്യപ്പെട്ട മാത്രം പിണങ്ങിയിരിക്കും. അല്പമെങ്കിലും മനസ്സിലാക്കമ്മേ. വിജി, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. അവരിവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കി പോയതിന് അമ്മ എന്ത് ചെയ്യാനാ? അവരിവിടെ വരാൻ കാരണം തന്നെ അമ്മയല്ലേ. അമ്മയോട് മാത്രം സംസാരിച്ചിട്ട് പോയാൽ കുഴപ്പമില്ല. എന്നെ പറ്റി തെറ്റായിട്ട് റോഡിൽ നിന്നാ സംസാരിക്കുന്നത്. അവൻ എന്റെ കൂടെ പിറന്ന ചേട്ടനാണോ? പറയാൻ പോലും നാണാവുന്നു. എന്നോട് ക്ഷമിക്കും മോളെ. ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതെല്ലാം അമ്മ കാരണം തന്നെയാ സംഭവിക്കുന്നത്. അമ്മ ഇവിടുന്ന് പുറപ്പെട്ടെ. ഇവിടെ നിന്നാ എനിക്ക് പ്രശ്നമാ. വിജി, നീ ഒന്ന് സമാധാനപ്പെട്. അമ്മ കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊരു സഹായവും നിന്റെ കുറച്ച് ജോലിഭാരവും കുറഞ്ഞു കിട്ടില്ലേ. നിന്റെ ചേട്ടനും ചേട്ടത്തെയും വഴക്കുണ്ടാക്കിയതിന് നീ വെറുതെ വിഷമിക്കല്ലേ. എന്തു തന്നെ ആയാലും അമ്മയ്ക്ക് നിന്റെ അടുത്തല്ലേ സ്നേഹക്കൂടുതലുള്ളത്. ഇപ്പൊ നടന്നത് വെച്ചിട്ട് അമ്മ ഇവിടുന്ന് പറഞ്ഞുവിടാൻ നോക്കല്ലേ വിജി. ഇത് നിങ്ങളുടെ കുടുംബക്കാരിയാണെന്ന് മാത്രം കരുതിയിട്ടല്ല, എന്റെയും കൂടി കുടുംബക്കാരിയാണെന്ന് വിചാരിച്ചിട്ടാ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ ഇത്രയൊക്കെ പറയുന്നത് വിജി. അമ്മ നിന്റെ കൂടെ തന്നെ കഴിയട്ടെ, പറഞ്ഞു വിടല്ലേ. അമ്മേ, മുത്തശ്ശി ഇവിടെ തന്നെ താമസിക്കട്ടെ. അമ്മാവനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് മുത്തശ്ശി എന്ത് ചെയ്യാനാ? മുത്തശ്ശി, അമ്മ ഒന്നും പറയാതെ പോയതിനർത്ഥം മുത്തശ്ശി ഇവിടെ താമസിക്കുന്നതിന് സമ്മതാന്നാ വിചാരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം വിട്ടേക്ക്. കുറച്ചു കഴിയുമ്പോ അമ്മ കൂളായിക്കോളും. ശരിയമ്മ, അമ്മ ഓരോന്നോർത്ത് വിഷമിക്കണ്ട. ശരി പ്രിയേ.